പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പഠിച്ചുകൊണ്ടിരുന്ന വചനം മത്തായി സുവിശേഷം 5-6 അധ്യായങ്ങളിലുള്ള യേശുവിൻ്റെ ഗിരിപ്രഭാഷണ സംഭാഷണങ്ങളുടെ ആഴത്തിലുള്ള പഠനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു വേദഭാഗങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു നിർത്തിയ വചനം മത്തായി സുവിശേഷം 5-9 വാക്യം വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ആ വാക്യത്തിൽ അല്ലെങ്കിൽ 9 വാക്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആഴത്തിൽ പഠിച്ച ഒരു വചനം എന്ന് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ ദൈവത്തിൻ്റെ പുത്രന്മാരാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂർണമായി നടത്തപ്പെട്ടേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ പുത്രന്മാരാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ തന്നെ നടത്തപ്പെട്ടേ പറ്റുള്ളൂ. അതിനകത്ത് ഇടയ്ക്ക് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആലോചനയും മാനുഷിക ബുദ്ധിയും ഈ സാത്താന്റെ ബുദ്ധിയും ഒന്നും ഉപയോഗിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളെ അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള കാറ്റഗറിയിൽ പെടൂല. അത് ശരിയാവത്തില്ല. വചനത്തിന്റെ കാറ്റഗറി, വചനത്തിൻ്റെതായ സ്റ്റാൻഡേർഡ് പ്രകാരം ദൈവത്തിന്റെ പുത്രന്മാരാകണമെങ്കിൽ ആത്മാവിനാൽ തന്നെ നടത്തപ്പെടണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം വ്യക്തമായി കണ്ടു. നമുക്ക് ആലോചന എടുക്കുവാൻ, നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മുടെ മാനുഷിക ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ സാത്താൻ തോന്നിപ്പിക്കുന്ന കാര്യമുണ്ട്, ലോകത്തിൻ്റെതായ പല സിസ്റ്റങ്ങളുമുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു, പരിശുദ്ധാത്മാവെ അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു രീതിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അത് പ്രാപിക്കുകയും അങ്ങനെ നടത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായി നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നുള്ളൂ. ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അത് കാരണം ഹല്ലേലൂയ, നമ്മുടെ ആ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ കൈക്കൊള്ളേണ്ട കാര്യം ആഴത്തിൽ മനസ്സിലാക്കിയാൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ല. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ യേശുവിലായിരിക്കുന്ന, യേശു എട്ടയനായിരിക്കുന്ന, യേശു മാസ്റ്ററായിരിക്കുന്ന, യേശു ഗുരുവായിരിക്കുന്ന, മശികയായിരിക്കുന്ന, ഹല്ലേലൂയ, ഒരു ശകലം പോലും യേശുവുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥമായ കൈക്കൊള്ളുന്ന അവസ്ഥ. പിന്നെ അവന്റെ ജീവിതത്തിൽ തന്നെത്താൻ ത്യജിച്ച് സ്വന്തം ഇഷ്ടം മാറ്റി, യേശുവിന്റെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. ആരെങ്കിലും യേശുവിനെ പിൻപറ്റുവാൻ, ഫോളോ ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കേണ്ടതാണ്. അപ്പൊ ഈ തന്നെത്താൻ ത്യജിക്കൽ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടം ത്യജിക്കൽ തന്നെയാണ്. അത് സ്വന്തം താല്പര്യവും സ്വന്തം ആലോചനയും ഡിപ്പെൻഡ് ചെയ്യാതെ യേശുവിനെ തന്നെ, യേശു പറയുന്നതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ആ ഒരു കൺഫ്യൂഷൻ, ഇതിന്റെ യഥാർത്ഥമായ പ്രശ്നം വചനം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. വചനം എല്ലാ സത്യങ്ങളും ഇത് വചനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹോശിയ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, പരിജ്ഞാനമില്ലായ്കയാൽ തന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ മലയാള ട്രാൻസ്ലേഷനിലെ അല്ലെങ്കിൽ മലയാള കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിലെ അല്ലെങ്കിൽ മലയാളം ഡിക്ഷണറിയിലെ പരിജ്ഞാനമല്ല യഥാർത്ഥമായി ദൈവത്തിന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പരിജ്ഞാനം. അഥവാ ഇംഗ്ലീഷില് വിസ്ഡം, അത് മലയാളത്തിൽ ജ്ഞാനം എന്ന് എഴുതിയിരിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ്, അത് വിവേകം എന്ന് എഴുതിയിരിക്കുന്നു. പരിജ്ഞാനം, അത് നോളജ്, അല്ലെങ്കിൽ നോളജ്, അത് പരിജ്ഞാനം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോ ഈ നോളജ് എന്ന് പറയുന്നത് യഥാർത്ഥമായി നമ്മൾ സദൃശവാക്യങ്ങളിലൊക്കെയും നമ്മൾ അത് കണ്ടതാണ്, അത് ആഴത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു കാര്യം തുടങ്ങാൻ ആവശ്യമാകുന്ന ആ ഒരു കാര്യമാണ് യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെതായ ആ ഒരു ആശയം ഇരിക്കുന്നത്.
ഇനി അതിനെ ആ തുടങ്ങിയ സാധനം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ് വിവേകം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്. അത് പോകേണ്ട രീതി തന്നെ പോകണം, എന്നാലേ അത് ഗ്രോ ചെയ്യുള്ളൂ. ഇനി ആ തുടങ്ങിയ കാര്യം, മുന്നോട്ട് പോകുന്ന കാര്യം, അതിൻ്റെ ബലഭൂഷ്ടിയിലോട്ട്, യഥാർത്ഥമായ ഉദ്ദേശത്തിലോട്ട്, അതിൻ്റെ അൾട്ടിമേറ്റ് സക്സസിലോട്ട് പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ സിസ്റ്റമാണ് ആത്മാവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു 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 വരവോ അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ഒരു വലിയൊരു അവസ്ഥയാണ് യഥാർത്ഥമായ നോളജ്. ഹല്ലേലൂയ. ഈ ഒരു അടിസ്ഥാനപരമായ കാര്യം നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ഒരു കാര്യം പലപ്പോഴും ഡിക്ഷണറി മീനിങ്ങിന് അല്ല പല കാര്യങ്ങളും നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ, ഞാൻ ഒത്തിരി പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എടാ പരിജ്ഞാനം വേണം, എടാ പരിജ്ഞാനം. അതായത് ഒരു കാര്യത്തെ കുറച്ച് വിവേകത്തോടെയും ബോധത്തോടെയും ഒരു എന്താണ് പറയുന്നത്, അതിനെ കുറച്ചുകൂടെ പ്രാക്ടിക്കലി പറഞ്ഞാൽ പരിജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ആ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് യഥാർത്ഥമായി ആത്മാവിന് നടത്താൻ പറ്റും, യഥാർത്ഥമായി ബുദ്ധിക്ക് നടത്താൻ പറ്റും, സാത്താന് നടത്താൻ പറ്റും. പക്ഷെ ബുദ്ധിയുടെയും സാത്താന്റെയും സിസ്റ്റം അവസാനം നമ്മളെ നിത്യ നരകതി കൊണ്ടെത്തിക്കും എന്ന് മനസ്സിലാക്കുക. ആത്മാവിന്റെ സിസ്റ്റം മാത്രമേ ഒരു വ്യക്തിയെ നിത്യജീവനിലോട്ട് എത്തിക്കുകയുള്ളൂ. ഇനി സാധാരണഗതിയിൽ ഈ പരിജ്ഞാനം വേണമടാ എന്ന് പലപ്പോഴും പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ ഒന്ന് ആഴത്തിൽ ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ, അതായത് നമ്മുടെ ഈ സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബുദ്ധിയാകുന്ന റാഷണൽ തിങ്കിങ്ങിനെ ഉപയോഗിച്ച് കാര്യത്തെ അനലൈസ് ചെയ്യണമെന്ന് പോലും പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ട് ഇറ്റ് ഈസ് നോട്ട് പരിജ്ഞാനം. അതല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കല് അപ്പോസ്തലനായ പൗലോസ് അവന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ ഈ പറയുന്ന പരിജ്ഞാനം ഉപയോഗിച്ചാണെങ്കിൽ ഈ പറഞ്ഞ പൗലോസ് എന്നാ ശരി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പൗലോസ് പക്ഷെ എന്താ പറഞ്ഞതെന്നറിയോ? അടിയേക്കാനല്ല, അവന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറായിട്ട് ഈ പണിക്ക് വന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ചോദിക്കണം വാട്ട് ടു ഡു, ഹൗ ടു പ്രൊസീഡ്. അല്ലാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയല്ല, റാഷണൽ തിങ്കിങ് അല്ല, മറ്റു മനുഷ്യരുടെ ഉപദേശവുമല്ല. സകല സത്യത്തിന് വഴി നടത്താൻ പരിശുദ്ധാത്മാവിന് കപ്പാസിറ്റി ഉണ്ടെന്ന്, എന്നിട്ടാണ് അതിനെ യേശു നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, മത്തായി സുവിശേഷം നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത് യഥാർത്ഥമായ ബുദ്ധിയുടെ അവസ്ഥയാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളതിനെ ഒരു പ്രത്യേകമായ ഒരു ആംഗിളിൽ, ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, നമ്മൾ ആദ്യം ദൈവത്തിൽ ഉറച്ച് പ്രോപ്പർ ആയതിന് ശേഷമേ നമുക്ക് യഥാർത്ഥമായ ദൈവത്തിന്റെ പൈതലിന് ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന്റെ പർപ്പസ് അവന്റെ മേൽ വരണമെങ്കിൽ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിരിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം പഠിച്ചതെന്ന് വെച്ചാൽ, യഥാർത്ഥമായ ആത്മാവിൽ നമ്മൾ ദരിദ്രരായിരിക്കുന്ന അവസ്ഥ. വി ഷുഡ് ബെഗ് ഫോർ സ്പിരിറ്റ്. ആത്മാവിനെ യാചിച്ച് ദൈവത്തോട് യഥാർത്ഥമായി ബെഗ് ചെയ്ത് ആത്മാവിനെ പ്രാപിച്ചോണം. അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട കാര്യം. യേശു നമ്മളെ അടിസ്ഥാനപരമായിട്ട് റെഡിയാക്കിയതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹമോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ശരിയാണെങ്കിൽ യേശുവിന്റെ പഠിപ്പിക്കലിന്റെ സിസ്റ്റം അനുസരിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ ആത്മാവ് പ്രാപിക്കും. അപ്പോ നമ്മൾ പഠിച്ചു വന്ന കാര്യം, ആദ്യം തന്നെ നമുക്ക് ഈ ആത്മാവിന്റെ ആ പ്രവർത്തനത്തെ കുറിച്ചുള്ള
യഥാർത്ഥമായ ബോധ്യം വേണം ഈ ഒരു കാര്യം. പലപ്പോഴും ഈ ആത്മാവിനെ കുറിച്ചുള്ള ബോധ്യമൊക്കെയും അതായത് ഈ ദൈവത്തിന്റെ സിസ്റ്റം, അതിന്റെ ടീച്ചിങ് മെത്തേഡ് പെർഫെക്റ്റ് ആണ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ പ്രശ്നം കിടക്കുമ്പോൾ, അതായത് നമ്മൾ ആത്മാവിന്റെ ഒരു ഗൈഡൻസിൽ പോകുന്നതിന് പകരം മാനുഷികമായ ഗൈഡൻസിനും അതുവഴി സാത്താനികമായ ഗൈഡൻസിലും പോകുമ്പോൾ സാത്താൻ വളരെ ടാക്ടിക്കലി നമ്മളെ ഈ ആത്മാവിന്റെ പ്രവർത്തനം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അത് ശ്രമിക്കുകയും അതിനുശേഷം ബാക്കി ആത്മാവിന്റെ പ്രവർത്തനം ഇല്ലെങ്കിൽ ബാക്കി ഒന്നും നമുക്ക് അങ്ങോട്ട് കറക്റ്റ് ആവില്ല. പക്ഷെ യേശു എന്താ ഇവിടെ ആദ്യം തന്നെ പഠിപ്പിച്ചത്? ഓ ജീസസ്, ഹല്ലേലൂയ. ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് ബെഗ് ഫോർ സ്പിരിറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ്, എന്നാലേ ബാക്കി കാര്യം നടക്കുള്ളൂ. ഈ ആത്മാവിന് കിട്ടിയതിന് ശേഷം മതി ബാക്കി, ഈവൻ നമ്മുടെ സ്വഭാവവും ഈ സൗമ്യതയും അല്ലെങ്കിൽ കരുണയൊക്കെ. ആദ്യം ആത്മാവിനെ കിട്ടുക. അത് ശ്രദ്ധിച്ചോ, അതിന്റെ പാറ്റേൺ കൊടുത്തേക്കുന്ന രീതി. യെസ്, നീതിബോധം. നിങ്ങൾ ആദ്യം ആത്മാവിനെ കിട്ടുക, എന്നിട്ട് നമ്മൾ നീതിയിലോട്ട് പോവാം. ഹൃദയശുദ്ധി, ആദ്യം ആത്മാവിനെ കിട്ടുക, എന്നിട്ട് ഹൃദയശുദ്ധിയുടെ കാര്യം ചിന്തിക്കാം. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച കാര്യവുമായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലെസൺ ആണ്. ശരിക്കും സാത്താന് ഈ മാനുഷിക ബുദ്ധി വളരെയധികം പ്രവർത്തിച്ചും സാത്താൻ അതിൽ കൂടെ കയറിയും ഈ ആത്മാവിന്റെ പ്രവർത്തനമോ ആത്മാവിന്റെ കാര്യത്തെയോ വളരെയധികം സപ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ആത്മാവിന്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒത്തിരി നമ്മുടെ സമയങ്ങൾ പോകും. നമ്മൾ അല്ലെങ്കിൽ ഈ ചർച്ചിലൊക്കെ പോയിട്ട് ഓരോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് എന്താ? അല്ലെങ്കിൽ നിനക്ക് സൗമ്യത വേണമടാ, നിനക്ക് നല്ല ഹൃദയശുദ്ധി വേണമടാ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം സാധനം, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ സുഹൃത്തെ. ഈ എത്ര നാൾ ഇത് പഠിക്കുക, എത്ര നാൾ ഇത് കേട്ടാലും ആത്മാവിന്റെ പ്രവർത്തനമില്ലാതെ ഒരു ചേഞ്ച് വരാൻ പോണില്ല. ഇൻ കേസ് ആത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതെ വരുന്ന ചേഞ്ചൊക്കെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച കാലം പറഞ്ഞ നമ്മുടെ തന്നെ ബ്രെയിനിനെ ഡിസിപ്ലിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഇടപാടാണ് അത്. പക്ഷെ അത് ഉള്ളില് ഹൃദയം മോശമായി തന്നെ ഇരിക്കും. ഹൃദയത്തിന് ഒരു വ്യത്യാസം വരില്ല. നമ്മുടെ ബ്രെയിന് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുകയാണ്. അതായത് ആക്ച്വലി നമുക്ക് രണ്ടെണ്ണം കൊടുക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ നമ്മളുടെ പ്രൊഫഷണലിസം നമ്മളെ അതിനെ അനുവദിക്കുന്നില്ല എന്ന് മാത്രം. പകരം അതായത് നമ്മൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടില്ലേ, ഹൗ സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. പക്ഷെ അവരുടെ ഉള്ളിൽ ശരിയാണ് ഓർക്കണേ. അവരുടെ ഉള്ളിൽ അത് ഓർത്തിട്ട് ആ ഒരു ജെന്യൂനിറ്റിയോടാണ് അല്ലെങ്കിൽ ഇവന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഇവനെ വശീകരിക്കുകയും ചെയ്യുന്നത്. ഈ ക്രിസ്ത്യന്മാർ അങ്ങനൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. അത് ടോട്ടലി അപ്സൈഡ് ഡൗൺ ആയിട്ട് ടോട്ടൽ ചേഞ്ച് ആണ്. അത് നടക്കുന്ന ഹോളി സ്പിരിറ്റിലാണ്. ഹൃദയത്തിൽ നിന്നാണ് ചേഞ്ച് വരേണ്ടത്. ഹൃദയത്തിലാണ് ചേഞ്ച് വരേണ്ടത്. യേശു ട്രീറ്റ് ചെയ്യുന്നത് ഹൃദയത്തെയാണ്. അതിന് നമുക്ക് യേശു തന്നിരിക്കുന്ന മെക്കാനിസം ടൂളാണ് ഹല്ലേലൂയ ആത്മാവിന്റെ സിസ്റ്റം. അപ്പോൾ ഒരാൾ യഥാർത്ഥമായി യേശുവിന്റെ സന്നിധിയിൽ വന്നാൽ, യേശുവിനെ യഥാർത്ഥമായി യേശുവിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച് അവന്റെ സന്നിധിയിലോട്ട് വരുമ്പോൾ സകലതും വെടിഞ്ഞ് യേശുവെ അങ്ങ് ഹല്ലേലൂയ എന്നെ നടത്തുവാൻ ഹി ഈസ് കേപ്പബിൾ, ഹി ഈസ് പവർഫുൾ, ഹല്ലേലൂയ ഹി ഹാസ് എവരിതിങ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജോലിയിൽ, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ, അങ്ങനെ ഒരു ഉറപ്പിന്റെ പുറത്താണ് യേശുവിന്റെ സന്നിധിയിലോട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആത്മാവിന്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അതെ, നമ്മുടെ ജീവിത രീതി ബൈബിളിന്റെ തന്നെ വെളിച്ചത്തിൽ, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ തന്നെ എവിടെയെങ്കിലും റോങ് ആണെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ദുഃഖിക്കുകയും ആ കാര്യം എത്രയും പെട്ടെന്ന് ഫിക്സ് ആക്കുകയും ചെയ്യണം. ഒരിക്കലും അത് വെച്ചോണ്ട് പോകരുത്. പരിശുദ്ധാത്മാവ് വന്നിട്ട് വേണം. അതിപ്പോ നിങ്ങൾ ഇപ്പം ചെയ്താലും ഈ നിമിഷം ചെയ്താലും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്താലും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ്
കഴിഞ്ഞ് ചെയ്താലും, ഒരു വർഷം കഴിഞ്ഞ് ചെയ്താലും, യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിങ്ങളെ മരണക്കിടക്കയിൽ തൊട്ട് മുന്നേ യെസ് ആമൻ ചെയ്താലും, സ്റ്റിൽ യു നീഡ് ഹോളി സ്പിരിറ്റ് ടു ഡു ദാറ്റ് വൺ. പക്ഷെ യു വിൽ മിസ് all your time. And yes, hallelujah, yes, hallelujah. വെളിപ്പാട് പുസ്തകം ആ സർദീസിലെ സഭയുടെ ദൂതുമായിട്ട് ആഴത്തിൽ നിന്ന് പഠിക്കുമ്പോൾ, hallelujah, you may lose the chance of fulfilling your goal by wasting the opportunity, by ignoring the Holy Spirit. Oh, നമ്മൾ ദുഃഖിക്കണം. ഇഫ് സംതിങ് ഇസ് റോങ് ഇൻ അവർ ലൈഫ്, ഇമ്മീഡിയറ്റ്ലി ഫിക്സ് ഇറ്റ്. നമുക്കതിനകത്ത് ദുഃഖം തോന്നണം. ഒരിക്കലും അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യോ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പോവുള്ളൂ. സുഹൃത്തെ, എങ്ങോട്ടാ പോകണമെന്നറിയോ? ഇങ്ങനെയൊക്കെ പോവുള്ളൂ, ഇങ്ങനെയൊക്കെ നരകത്തിൽ പോവുള്ളൂ എന്ന് കൂടെ പറയണം. നോ, ഇഫ് യു വാണ്ട് ടു ഫിക്സ് ഇറ്റ്, യേശുവിനൊരു സിസ്റ്റം ഉണ്ട്, യേശുവിനൊരു വേ ഉണ്ട്. യു ജസ്റ്റ് ഫിക്സ് ഓൺ ദാറ്റ് വേ. അതർവൈസ് യു ഗോ ടു യുവർ വേ ആൻഡ് അൾട്ടിമേറ്റ്ലി യു റെഡി ടു റിസീവ് ദാറ്റ് എറ്റേണൽ ഡെത്ത്. ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിൻ്റെ ഇടപാട്. അതിന് ഫ്രാങ്ക്, അതായത് പലപ്പോഴും നമ്മൾ, അതായത് ഞാനിങ്ങനെ വളരെ വ്യക്തമായി പറയുന്നത്, ഐ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് സാത്താൻ ഈസ് തിങ്കിങ്. അതായത് നമ്മുടെയൊക്കെയും, അതായത് യഥാർത്ഥമായി ആത്മാവിനാൽ ഗൈഡ് ചെയ്ത വ്യക്തിക്ക് ഞാൻ പറയുന്നത്, യെസ്, ഹല്ലേലൂയ, ഹി വിൽ ക്ലാപ്പ് ഓൺ ദിസ് തിങ്. പക്ഷേ ഒരാള് ഈവിളിനാൽ ഡയറക്റ്റ് ചെയ്ത വ്യക്തിക്ക് ഇത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സാത്താന്റെ ഒരു അപ്രൈസിനെ എനിക്ക് വേണ്ട. വാട്ട് ഐ സേ ഇസ് അക്കോർഡിംഗ് ടു ദ ഹോളി സ്പിരിറ്റ്, അക്കോർഡിംഗ് ടു ദ ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യെസ്, അതിനുശേഷം പറയുന്നൊരു കേസാണ് സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ. യേശുവിന്റെ ഒരു സിസ്റ്റമാണ് ആ സൗമ്യതയുടേതായ രീതി. നമ്മളത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന, ഹല്ലേലൂയ, ഒരു അനീതിയായ ഒരു ഇടപാട് നമ്മുടെ ചിന്തയിലാട്ടെ, പ്രവൃത്തിയിലാട്ടെ, നമ്മുടെ എന്തെങ്കിലും രീതിയിൽ ഒരു അനീതിയായിട്ട് ഒരു കാര്യം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തില് അനുവദിച്ചുകൂടാ. അത് യഥാർത്ഥമായ നീതി എന്നുള്ള സമയം കഴിഞ്ഞ അത് പഠിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്. നമ്മൾ യഥാർത്ഥമായ നീതി കിട്ടിയിട്ടില്ല, പക്ഷേ നീതി കിട്ടുന്നതിന് മുമ്പേ തന്നെ നീതിക്ക് വേണ്ടി നിൽക്കണം. മേ ബി വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു adhere or act according to the righteousness due to some reason, but at least accept and ആ നീതിനെ മുറുകെ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന അനീതിയാണെങ്കിൽ അനീതിയാണെങ്കിലും മനസ്സിലാക്കുക. കാരണം ഇവിടെ എഴുതിയിരിക്കുന്ന നീതിക്ക് വിശന്ന് ദാഹിക്കാനാണ്. നീതി അല്ലാത്തൊരു കാര്യത്തിനകത്തോട്ട് ഒരു കാരണവശാലും, അതായത് നമുക്കോ മറ്റുള്ളവർക്കോ അത് അനീതിയായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ അനീതിയായ ഒരു ഇടപാടിലോട്ട് ഒരു വിശ്വാസിക്ക് ഒരു കാരണവശാലും അതിനകത്ത് ഒരു ബിസിനസ്സും ഇല്ല. ഒരു കാരണവശാലും ദൈവം സമ്മതിക്കുന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് കരുണയുള്ളവർ ഭാഗ്യവാൻ. നമ്മളത് സൗമ്യത, കരുണ, അത് യേശുവിന്റെ ഒരു ക്യാരക്ടറാണ്. അത് ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥമായി നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. നമ്മൾ യേശുവിന്റെ അനുകാരികളായിരിക്കണം, സ്നേഹത്തിൽ നടക്കണം. ഹല്ലേലൂയ. ഇവിടെ അതുപോലെ നമ്മൾ കണ്ട സ്ഥാനമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടതാണ് ഹൃദയശുദ്ധി, അതെങ്ങനെയാണ് ഹൃദയത്തെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചൊരു കാര്യമാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ റോള് യഥാർത്ഥമായി നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. അപ്പോൾ ആത്മാവിനാലുള്ളൊരു ബിസിനസ്സാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം. അതിനുശേഷം യേശു എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഫേം ആയിരിക്കണം ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ബേസിക് സ്ട്രക്ചറിൽ വളരെ നമ്മൾ ഫേം ആയിരിക്കണം. അപ്പോൾ ഇത്രയും ഫേം ആയിട്ട്, അല്ലെങ്കിൽ യേശു ഒരു കാര്യം കൂടി നമ്മൾ ഓർപ്പിക്കുക, അതായത് നമ്മൾ യേശുവിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നു, യേശുവിന് വേണ്ടി നിൽക്കുന്നു, യേശുവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു, യേശുവിന് വേണ്ടി നമ്മൾ എല്ലാം വിട്ട് യേശുവിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ യേശു തന്നെ ഒരു വാണിംഗ് തരുവാണ്. അടുത്ത വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ,
സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത് കേട്ടത്. യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ നീതിക്ക് നിൽക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ സ്റ്റാൻഡിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ഉപദ്രവം ഉണ്ടാവാം. ഉപദ്രവം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനല്ല യേശു പറഞ്ഞത്, അല്ലെങ്കിൽ ലോകത്തിന്റെ സിസ്റ്റവുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ അല്ല പറഞ്ഞത്. ലോകം യേശുവിനെ ഉപദ്രവിച്ചതാണ്, ഒരുപക്ഷെ നമ്മളെ ഉപദ്രവിക്കാം. ഉപദ്രവം വന്നാലും നമുക്ക് ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ടീച്ചിങ്ങിൽ നിന്ന് മാറാൻ ഒരു റൈറ്റുമില്ല. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവിന്റെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫംഗ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ലോകവും ദൈവവേദനയും തമ്മിൽ. അത് ആത്മാവിന്റെ ഒരു സിസ്റ്റമാണ്, അതാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പരിഹസിക്കുകയും പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിക്കുകയും. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നമുക്ക് അതിന്റെ ഫർദർ ഡീറ്റെയിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നമുക്ക് ഈ കാര്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. ഹല്ലേലൂയ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. ഇവിടെ യേശു പറയുന്ന ഈ കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യേശു പറയാണ്, ലോകം നമ്മളെ പകയ്ക്കും. ഹല്ലേലൂയ. പകയ്ക്കാനുള്ള കാരണം എന്താണ്? കാരണം ലോകത്തിന്റെ ഒട്ടയവൻ, ലോകത്തെ ഭരിക്കുന്ന ഒരു സിസ്റ്റം, അത് സാത്താനികമായ സിസ്റ്റമാണ്. ആ ലോകത്തിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്ത് ഒരു ഡിസ്റ്റിങ്ഷൻ വെച്ച് നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ട്. ആ ഡിസ്റ്റിങ്ഷൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തന്നിട്ടാണ് നമ്മൾ എനേബിൾ ചെയ്ത്, എംപവർ ചെയ്ത് ദൈവത്തിന്റെ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, there is a distinction. ലോകത്തിന്റെ സിസ്റ്റം സാത്താനികമായ സിസ്റ്റമാണ്. ഒരുവൻ പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു വ്യക്തി, അവനിലുള്ള ബ്രെയിൻ ഉണ്ട്, അവനുള്ള സാത്താനിക സ്പിരിറ്റിന്റെ സിസ്റ്റം ഉണ്ട്. അതായിരിക്കും അവനെ മൊത്തം ഡ്രൈവ് ചെയ്യുന്ന സിസ്റ്റം. അതേസമയം ഈ ലോകത്ത് നിന്ന് എടുത്ത ഒരു വിശ്വാസി, അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായ ദൈവ പൈതലിന്റെ സിസ്റ്റം എന്താണ് അവൻ ശരിക്കും ഡ്രൈവ് ആവേണ്ടത്? ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റിനാണ്. ഈ ഹോളി സ്പിരിറ്റും സാത്താനിക സ്പിരിറ്റും തമ്മിൽ ഒത്തുപോകത്തില്ല. അപ്പം തന്നെ ഒരു യഥാർത്ഥമായ ഒരു ദൈവത്തിന്റെ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സാത്താന് കണ്ടുവിടും. ഓ ജീസസ്, സാത്താന് വേണ്ടി ഇറിറ്റേഷൻ ആയിരിക്കും. ഈ സാത്താന്റെ സ്പിരിറ്റ്, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, സാത്താന്റെ സ്പിരിറ്റിനാൽ ഡ്രൈവ് ചെയ്യപ്പെടുന്ന ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഇവരെ കണ്ടുവിടാം.
ഓ ശീസ് പറ്റത്തില്ല. Hallelujah. Yes. യഥാർത്ഥ ഒരു ദൈവവൈതലാണെങ്കിൽ സാധാരണ വ്യക്തികൾക്ക്, അതായത് ഈ ലോകത്തിന്റെ അധിപതി നയിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രശ്നം തന്നെയാണ്. Hallelujah. കാരണം എന്താ? ഇവനിൽ ഭരിക്കുന്ന ആത്മാവ്, ഇവന്റെ ഉള്ളിലിരിക്കുന്നത് ദൈവം, അവന്റെ ഉള്ളിലിരിക്കുന്നത് സാത്താൻ. അതാണ് അതിന്റെ വ്യത്യാസം. Hallelujah. അപ്പൊ ദൈവവും സാത്താനും നമ്മൾ ഒത്തുപോകില്ല. അതാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇലിസ്ട്രേഷൻ. അത് അങ്ങനെയാണ്. Hallelujah. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. യേശു പിന്നെ ഒരു കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാണ്. ഇനി ഒരു പൈതല് യഥാർത്ഥ അവന്റെ ഓപ്ഷൻ എന്താ? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട, അതുകൊണ്ട് ആ ആഴത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. അവന്റെ ഓപ്ഷൻ ഐദർ ഹി ക്യാൻ ലീവ് അക്കോർഡിംഗ് ടു ഹോളി സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഗോഡ് ഓൾറെഡി, അവന് ദൈവം കൊടുത്ത സ്പിരിറ്റിനെ അതിൽ അവന് നയിക്കാൻ മുന്നോട്ട് പോകാം. അതിന് മാത്രം അന്വേഷിച്ചാണ് പോകേണ്ടത്, സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഇനി യേശുവിടെ പറയുന്നൊരു കാര്യം, ഇനി ഒരു മനുഷ്യൻ അവനൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യുന്നത്? യേശു പറയാ, നീ ജസ്റ്റ് ലോകക്കാരായിട്ട് നിന്നാൽ മതി. അതായത് നീ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാതെ പകരം ലോകത്തിന്റെ സ്പിരിറ്റ്, നിന്റെ ബുദ്ധിയും ഈ ലോകത്തിന്റെ സ്പിരിറ്റും ചെയ്ത് അവനോട് ചേർന്ന് അവരെന്തൊക്കെ കാണിക്കുന്നോ, അവരെന്തൊക്കെ നടക്കുന്നോ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കൂടെ തുള്ളി ചാടി നടന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് യേശു തന്നെ നമ്മൾ പറയാം. കറക്റ്റ് നോക്കിയോ, നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായി സ്നേഹിക്കുമായിരുന്നു. യെസ്, ഇത് പ്രാക്ടിക്കൽ തന്നെ വിശ്വാസികളെ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതമാണ്. നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന്റെ പൈതലാണ്, പരിശുദ്ധാത്മാവിനാലാണ് ഡ്രിവൺ ആയിരിക്കുന്നതെങ്കിൽ ലോകത്തിന് നിങ്ങളെ ഉൾക്കൊള്ളാനും ലോകത്തിന് നിങ്ങളെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളെ ഭരിക്കുന്നത് ആത്മാവും അവരെ ഭരിക്കുന്നത് സാത്താനുമാണ്. ഇത് കാര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് അവരാണ് പ്രാധാന്യം, അവരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ ഈ ആത്മാവിനനുസരിക്കാതെ അവരുടെ സിസ്റ്റം തന്നെ നിങ്ങൾ ഫോളോ. നിങ്ങൾക്കും ആ സാധനമുണ്ട്. അതായത് നിങ്ങൾക്കും ബ്രെയിൻ ഉപയോഗിക്കുക, നിങ്ങൾക്കും ഈ പറഞ്ഞ മാതിരി ആത്മാവിനെ നിങ്ങൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ ടപ്പേ. പിന്നെ ഈ പറഞ്ഞ മാതിരി ആ സാത്താനിക സ്പിരിറ്റ് നിങ്ങളിൽ ഓൾറെഡി അത് വന്ന് അക്സസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് നടന്നു പോയാൽ മതി. ഈ അടിസ്ഥാനപരമായ ഈ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാകാതെയാണ് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ പെന്തക്കോസ്ത് സഭകളും ഈ ഇടയ്ക്കായിട്ട് ഈ ലോകത്തിന്റെ സാത്താന്റെ സിസ്റ്റത്തെ അഡ്മയർ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പ്രസാദിപ്പിക്കാൻ കൺവെൻഷനും അതും അവിടെ യേശുവിനെ ഉയർത്തേണ്ടതിന് പകരം സാത്താനികമായ രീതിയിൽ നടക്കുന്ന രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളെയും വിളിച്ച് അവരെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ. അയ്യോ കഷ്ടം. അതിൽ എളുപ്പമാണ് നിങ്ങൾ അവരുടെ അടുത്തോട്ട് പോവുക. അവരുടെ അടുത്തോട്ട് യേശു അങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾക്ക് വേണേ പോവാ, പോയിക്കോ. എന്തിനാ ആ പ്യുവർ വേർഡ് ഓഫ് ഗോഡിനെ സ്പോയിൽ ചെയ്യിക്കുന്നത്? ചില വിശ്വാസികൾ, ചില കൂട്ടം എവിടെയുമുണ്ട്. They will stand for the truth. Hallelujah. Oh Jesus. Yes. ഒരു കാരണവശാലും hallelujah, ലോകത്തിന്റെ ഫേവർ ആ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യേശു പറയുന്ന സിസ്റ്റർ ഏതാട്ടോ, നിങ്ങൾ ഈ പണി വിട്ടിച്ചു പൊയ്ക്കോ. അവർ പോണ പോലെ അവരെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ അവരുടെ കൂട്ടത്തിൽ കുടിക്കോ. പക്ഷെ ദൈവത്തിന്റെ കൂട്ടത്തിൽ കൂടണമെങ്കിൽ, ദൈവത്തിന്റെ സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ ഗോഡ് വളരെ കറക്റ്റ് ആയിട്ട് ചില റൂൾസ്, കുറച്ച് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആത്മാവിന്റെ സിസ്റ്റമാണ്. ആത്മാവിനനുസരിച്ച് തന്നെ നടക്കണം. ആത്മാവിനനുസരിച്ച് തന്നെ നടക്കുമ്പോൾ, ആത്മാവിന്റെ സിസ്റ്റത്തിൽ തന്നെ നടക്കുമ്പോൾ ലോകത്തിന് ഒരു കാരണവശാലും നിങ്ങളെ പ്രോപ്പർലി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ അവരെന്ന് സഹിക്കും. ആമേൻ. പക്ഷെ ഒരു കാര്യം യേശു ഇവിടെ പറയുന്നുണ്ട്, ആമേൻ, നമ്മള് ഹല്ലേലൂയ അവരെ എപ്പോഴും സ്നേഹിച്ചോണം. നമ്മളെപ്പോഴും അവരെ സ്നേഹിച്ചോണം. അവര് എത്ര റോങ് ആയിട്ട് ബിഹേവ് ചെയ്താലും ആ കാര്യത്തിലോട്ട് ഞാൻ വരാം. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ എഴുതി, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതായത് യേശു പറയുന്നത്, അത് നിങ്ങളുടെ ഉള്ളിൽ ഈ ആത്മാവുള്ളത് കൊണ്ടാണ്
ലോകം പകയ്ക്കുന്നത്. ഈ ആത്മാവില്ലാത്ത വിശ്വാസി എന്ന ലേബലുള്ള ഈ ലോകക്കാർ നടക്കുന്ന പോലെ എല്ലാം നടക്കുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമില്ല. ഈ സോ ഹാപ്പി, സോ ഒരു പ്രശ്നമില്ല, അവരുമായിട്ട് കൂടി അവർക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ പകയ്ക്കുന്ന ഒരു അവസ്ഥ വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളിൽ ആത്മാവുണ്ട്, നിങ്ങൾ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് നടക്കുന്നത്. ആത്മാവുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല, ആത്മാവിനാൽ ഡ്രിവൺ ആയിരിക്കുന്ന അവസ്ഥയിലാകുമ്പോഴാണ് ഈ ലോകം പകയ്ക്കുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിന് അതായത് ആത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ ഉപയോഗിക്കാതെ ലോകത്തിന്റെ മനുഷ്യന്റെ ബുദ്ധിയിലൊക്കെ നടക്കുന്ന കേസിലാണെങ്കിൽ ഈ കൺവെൻഷനൊക്കെ ആൾക്കാർ ഈ ലോകക്കാരെ വിളിച്ചു വരുത്തി വലിയ പ്രസാദിപ്പിക്കാൻ നോക്കണില്ലേ? മക്കളെ ഭയങ്കര ഫൂളിഷ്നെസ് ആട്ടോ, ഭയങ്കര ഫൂളിഷ്നെസ് ആണ്. യേശുവിന്റെ സിസ്റ്റേഴ്സ്, ഈ യഥാർത്ഥമായി നിങ്ങൾ പരിശുദ്ധാത്മാവിൽ എൻറിച്ചായി ആത്മാവ് പറയുന്ന ദൈവത്തിന്റെ നിത്യരാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നെങ്കിൽ, നിത്യരാജ്യത്തിന്റെ പണിക്കാരാണ് നിങ്ങളെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ യു വിൽ നോട്ട് കോംപ്രമൈസ് വിത്ത് എനി സച്ച് തിങ്. പരിശുദ്ധാത്മാവ് പറയും വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, കറക്റ്റ് ആയിട്ട് പറയും. അതനുസരിച്ച് നമുക്കൊരു അസ്തിത്വമുണ്ട്, നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാനേ പറ്റുള്ളൂ. ഒരു ശകലം പോലും ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റത്തില്ല. അഡ്ജസ്റ്റ്മെന്റ് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരെ പകയ്ക്കുന്നില്ല. നമ്മൾ യേശു പഠിപ്പിച്ച തന്നെ അവര് നമ്മളെ ചെകിട്ടത്തടിച്ചാലും നമ്മൾ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കും. അവര് നമ്മളെ പകയ്ക്കും, അവര് നമ്മളെ ഉപദ്രവിക്കും എന്ന് തന്നെ എഴുതിയേക്കണേ. പക്ഷെ തിരിച്ച് നമുക്ക് ഉപദ്രവിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. കാരണം തിരിച്ച് ആ ഉള്ളിൽ ഉപദ്രവിക്കാനുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥമായ ദൈവത്തിൽ കറക്റ്റ് അല്ല എന്നർത്ഥം. യഥാർത്ഥമായ ദൈവത്തിന്റെ സ്നേഹത്തിലാണ് നമ്മൾ ഡ്രൈവ് ആകുന്നെങ്കിൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും. ഇനി അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന 20-ാം വാക്യം, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർക്കുകയും, അവർ നിങ്ങളെ ഉപദ്രവിച്ചുവെങ്കിൽ, അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും, എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. ഹല്ലേലൂയ. ദിസ് ഈസ് ദ പോയിന്റ്. ദിസ് ഈസ് വൈ ഐ ആം പ്രീച്ചിങ്. ഹല്ലേലൂയ. ഇവിടെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിയാണ്, ഉപദ്രവം നേരിട്ടു യേശു. ശരിയാണ്, ഹല്ലേലൂയ. യെസ്, ദൈവത്തിന്റെ മക്കൾ ഉപദ്രവം നേരിടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവും ശരിയാണ്, നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഹല്ലേലൂയ. യേശുവിന്റെ വചനം ചിലരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, യെസ് ആമേൻ. ഓ ഹല്ലേലൂയ. സത്യവചനവും യെസ് ആമേൻ ജനങ്ങൾ ഏറ്റെടുക്കും. അതാണ്, ദാറ്റ് ഈസ് വൈ ഐ ആം പ്രീച്ചിങ്. ദാറ്റ് ഈസ് വൈ God has entrusted many people like me to spread His gospel, the true, genuine gospel. Yes, hallelujah. ചിലരെങ്കിലും യെസ് ആമേൻ അത് ഏറ്റെടുക്കും. ആ ഏറ്റെടുത്തവരെ കൊണ്ടാണ് ദൈവത്തിന് അവന്റെ രാജ്യം പണിയാനുള്ളത്. ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ വചനം ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. യെസ് ആമേൻ. നമ്മൾ പറയുമ്പോൾ, നമ്മൾ യെസ് ഹല്ലേലൂയ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, നമ്മൾ യെസ് അവന്റെ സത്യവചനം പറയുമ്പോൾ ഹല്ലേലൂയ ചിലരെങ്കിലും ഏറ്റെടുക്കും. ഹല്ലേലൂയ. അവിടുന്ന് ഹല്ലേലൂയ അങ്ങനെ ഉള്ള വ്യക്തി ജീവിതങ്ങൾ ആണ് യേശു നോക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചും ഇരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനത്തില് 1 യോഹന്നാൻ 3-ാം അധ്യായത്തില് ഈ കാര്യങ്ങള് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനകത്ത് 9-ാം വാക്യം മുതൽ താഴോട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ. കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാകുന്നത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവം എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ലോകം പകയ്ക്കുന്നുവെങ്കിൽ
ആശ്ചര്യപ്പെടരുത്. കാരണം നമ്മൾ ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ഇവിടെ എഴുതിയിരിക്കുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ കൂടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, കയീൻ അവൻ എങ്ങനെ പ്രവർത്തിച്ചേ? അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? അവന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതിയും ഉള്ളത് കൊണ്ടത്രേ. ഹാബേല് നീതിക്ക് വേണ്ടി നിന്നു. കയീൻ അനീതിയും ദുഷ്ടങ്കിൽ നിന്നാണ്, സാത്താൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അവനെ കൊന്നത്. അപ്പോ ഹാബേലിന്റെ യാഗം, ഹാബേലിന്റെ സിസ്റ്റം, ഹാബേലിന്റെ രക്തം, അത് നീതിയുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ, കായീന് അവന്റെ പുറകിലുള്ള ആ ഡ്രൈവിംഗ് ഫോഴ്സ് അത് സാത്താനികമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഉപദ്രവിച്ചവനെ കൊന്നത്. അപ്പോഴും അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹിച്ചേ പറ്റൂ. ഹല്ലേലൂയ. കാരണം ലോകം നമ്മളെ പകയ്ക്കും. അത് എക്സ്പെക്ട് ചെയ്തോ? ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ്. അതായത് അതാണ് ഒരു വലിയൊരു വിരോധാഭാസം തന്നെ അതാണ്. അതായത് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരെയും ഈ പറഞ്ഞ ലോകക്കാരെയും ഒക്കെ ദൈവത്തിന്റെ കൺവെൻഷനിലൊക്കെ വിളിച്ചു വരുത്തി എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകം പ്രസാദിക്കുന്നോ? ഈ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ ഈ വിളിക്കുന്ന ആൾക്കാരും അവരുടെ കൂട്ടത്തിലിരിക്കുന്ന, നിങ്ങൾ അവരുടെ കൂടെ തന്നെയാണ്. ആക്ച്വലി നിങ്ങൾക്ക് വേറൊരു ലേവൽ ഉണ്ടെന്നേ ഉള്ളൂ. അതല്ല, യഥാർത്ഥമായ ദൈവത്തിന്റെ പക്ഷത്ത്, യഥാർത്ഥമായ ദൈവത്തിന്റെ സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ ലോകം നിങ്ങളെ പകച്ചിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് അവരുടെ ഉള്ളിലുള്ള ആത്മാവായിട്ട് ഒത്തുപോകില്ല. അതാണ് അതിന്റെ കാര്യം. അല്ല, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളോട് യേശു പറഞ്ഞത് എന്താ? നമ്മൾ ആദ്യം കുറച്ചും വായിച്ചത്, യേശുവിന്റെ വചനം അവർ ചിലരെടുത്തിട്ടുണ്ട്, പ്രമാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സത്യവചനം പറ, ആ സത്യത്തിലോട്ട് അവരും വരും. ദാറ്റ്സ് ഇറ്റ്. നത്തിങ് മോർ, നത്തിങ് ലെസ്. ഒന്നുകിൽ ദൈവത്തിന്റെ സിസ്റ്റത്തിനോട് ചേർന്ന് സ്റ്റേണായി പെർഫെക്റ്റായി ദൈവം പഠിപ്പിച്ച ഉപദേശങ്ങളിൽ നിന്ന് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കുടിക്കുക. അതാണ് വേറെ. അതാണ് യേശുവും പറയുന്നത്. നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. ശിഷ്യന്മാരോടാണ് വിളിച്ചു പറഞ്ഞത്. അതായത് യേശുവിന്റെ സിസ്റ്റം ആളെ കൂട്ടുന്ന സിസ്റ്റം അല്ല. ഹല്ലേലൂയ. ആത്മാവിനെ രക്ഷിക്കുന്ന സിസ്റ്റമാണ്. പാപത്തെ അവൻ മാറ്റുന്ന സിസ്റ്റമാണ്. ഹല്ലേലൂയ. കൂടുതൽ ആള് വേണമെന്ന് അതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ മറ്റുള്ള മതങ്ങളിൽ പോയി ചേരുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരില്ല. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മളുടെ ഒരു സിസ്റ്റമുണ്ട്. നമുക്ക് ആത്മാവിനാൽ ഒരു സിസ്റ്റമുണ്ട്. ലോകത്തിന് അവൻ്റെതായ ഒരു സിസ്റ്റമുണ്ട്. അത് ഈവിളാണ്, ഈവിൾ സിസ്റ്റമാണ്. അത് രണ്ടും ഒത്തുപോകത്തില്ല. ബൈബിൾ പ്രകാരം അതങ്ങനെയാണ് രീതി. ഞാൻ ബൈബിളിന്റെ വക്താവാണ്. ബൈബിളിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതും കൂടുതൽ അതായത് വിശ്വാസ സമൂഹത്തിലെ ബൈബിളിനെ ഓൾറെഡി എടുത്ത വ്യക്തി ജീവിതങ്ങളുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്, ഹൃദയത്തിന്റെ പെർഫെക്ഷന് വേണ്ടിയാണ് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സത്യവചനത്തോട് ചേർന്ന് നിന്ന് തന്നെ എനിക്ക് വചനം പ്രസംഗിച്ചേ പറ്റും. ഒരു അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിലോ വെച്ചിട്ടല്ല. Purely from godly perspective or according to the Holy Spirit. അങ്ങനെ മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാകും. പക്ഷേ ഹല്ലേലൂയ,
എന്നും പറഞ്ഞ് നമ്മൾ ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്യണമെന്നല്ല. ലോകത്തിന്റെ സിസ്റ്റം വേറെ, ദൈവത്തിന്റെ സിസ്റ്റം വേറെ. അല്ല, യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണോ? യഥാർത്ഥമായ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന, ആത്മാവിനാൽ ഡ്രിവൻ ചെയ്ത ആൾക്കാരാണോ നിങ്ങൾ? ലോകം പകച്ചിരിക്കും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത വ്യക്തി ജീവിതങ്ങളാണല്ലോ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഡ്രൈവ് ആകേണ്ട വ്യക്തി ജീവിതങ്ങളാണ്. കർത്താവേ, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്കറിയാം ലോകത്തിനൊരു സിസ്റ്റമുണ്ട്. ആ ലോകത്തിന്റെ സിസ്റ്റത്തിന് അനുസരിച്ചല്ല ഞങ്ങൾ പോകേണ്ടത്. അവർ അങ്ങയുടെ സിസ്റ്റത്തിലാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾക്ക് പ്രകാശിക്കുവാനുള്ളതാണ്, ഞങ്ങൾ ഉപ്പാകുവാനുള്ളതാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും സഹായിക്കുമാറാകണമേ. യഥാർത്ഥമായ ക്രിസ്തീയ കാഴ്ചപ്പാട് കർത്താവേ ആഴത്തിൽ, കലർപ്പില്ലാതെ അവരുടെ ആത്മാവിന്റെ ആഴത്തിൽ, ഹൃദയത്തിന്റെ ആഴത്തിൽ അത് ആഴ്ന്നിറങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സകല മൗഢ്യതയുടെ ആത്മാവ്, സകല യേശാമിൻ ആ ഒരു യഥാർത്ഥ സത്യം, ഓ ഹല്ലേലൂയ, യെസ്, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ആഴത്തിൽ ആ സത്യം ഇംപ്ലാന്റ് ആവട്ടെ. അതിന് തടസ്സമായ അന്ധകാര ശക്തി ഞാൻ അനുവദിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പുറത്ത് അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ മാറ്റി നിർത്തുന്നു. ഹല്ലേലൂയ. അവിടുന്ന് സഹായിക്കണമേ, കൂടെ ഇരിക്കണമേ. അതേ കർത്താവേ, ഹല്ലേലൂയ. അങ്ങേക്ക് വേണ്ടി നിൽക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, ഒരു കൂട്ടത്തെ അവിടുന്ന് തയ്യാറാക്കുന്നതിനായി സ്തോത്രം, സഹായിക്കണം. അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ യേശുവിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം